പശ്ചിമേഷ്യയിലെ ഗസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച പദ്ധതി മന്ത്രിസഭയിലെ ഭിന്നതയ്ക്കിടെ വോട്ടിനിടാതെ തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രിയെ എതിർത്ത ഇസ്രയേൽ സൈനിക തലവൻ ഗസയിൽ സൈനിക ഭരണം വേണ്ടിവരുമെന്ന മുന്നറിയിപ്പ് നൽകി. ഈ വാർത്ത പരിശോധിക്കാൻ ബി ജെയിംസ് തത്സമയം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് ജെയിംസ്, ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് നമ്മൾ അടിച്ചു പൊളിക്കില്ലേ? അല്ല, പൊളിക്കുന്നതിന്റെ ഒരു സൂചന നൽകിയാൽ നമുക്കൂടി ആ പൊളിയെക്കുറിച്ച് അഭിമാനം കൊള്ളാമായിരുന്നു. അല്ല, വേറൊന്നുമില്ല. ഇന്നിപ്പോ 24 ഓണാഘോഷമാണ്. പിള്ളേരൊക്കെ എല്ലാം ഓണവേഷത്തിൽ ഇറങ്ങിയിരിക്കുക. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ കാക്കനാടുള്ള നമ്മുടെ ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഓണാഘോഷം നടക്കുകയാണ്. വലിയ പരിപാടിയാ. പി ജെയിംസിന്റെ ഓട്ടംതുള്ളലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോ എസ്കേൻ ഇല്ലാത്തതുകൊണ്ട് എസ്കേൻ കയറി ഞാനിവിടെ കൂടെ തുള്ളാം. പി പി ഒറ്റയ്ക്കാവുന്ന ടെൻഷൻ വേണ്ട, നമ്മൾ ഒന്നിച്ച് തുള്ളും. നോക്കടാ, നമ്മളെയൊക്കെ നമ്മൾ പണ്ട് പഠിച്ചല്ലേ. പി നമ്മളിനി അപ്പം പശ്ചിമേഷ്യയിലേക്ക്. തീർച്ചയായിട്ടും എസ്കേൻ, ഇസ്രായേൽ മന്ത്രിസഭയിലെ വലിയ രീതിയിലുള്ള ഒരു വലിയ ഭിന്നത പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഹീബ്രു മാധ്യമങ്ങൾ, ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചുകൂട്ടിയ അടിയന്തര ക്യാബിനറ്റ് യോഗം, മന്ത്രിസഭാ യോഗത്തിൽ കടുത്ത ഭിന്നതയുണ്ടായി. 6 മണിക്കൂർ യോഗം നീണ്ടുനിന്നു. സൈനിക തലവൻ ഇയാൽ സമീർ തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട്, സൈനിക തലവനെ അനുകൂലിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രി അടക്കം പലരും രംഗത്ത് വന്നു. അതിനെ ചൊല്ലി 2 പക്ഷമായി മന്ത്രിസഭ തിരിഞ്ഞു. 2 പക്ഷവും വോട്ടിനിടാൻ നിർബന്ധിച്ചു. പക്ഷെ വോട്ടിനിടാൻ തയ്യാറായില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വാദമാണ് ഉയർത്തിയത്. സൈനിക തലവൻ പറഞ്ഞത് അവിടെ വെടിനിർത്തൽ വേണം, 60 ദിവസത്തെ വെടിനിർത്തൽ നടത്തി അവിടുത്തെ ബന്ദികളെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ ബന്ദികളൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടാവും. 2, ഇപ്പം ഗസ സിറ്റി പിടിക്കാനുള്ള ആക്രമണം അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഗസ സിറ്റി വീഴും. അത് വീണ് കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഗസ പിടിച്ചടക്കിയാൽ ആര് ഭരിക്കും? ഒരു രാജ്യവും അല്ലെങ്കിൽ മറ്റു ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിലാവും. സൈന്യം തന്നെ ഉത്തരവാദിത്തം. അവിടുത്തെ 23 ലക്ഷം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുടെ സംരക്ഷണം ഇസ്രായേലി സൈന്യം ഏറ്റെടുക്കേണ്ടി വരും. ഇത് വല്ലാത്ത രീതിയിലുള്ള ആപത്തുണ്ടാക്കും. വലിയ രീതിയിലുള്ള ഒളിപ്പോരാട്ടവും വലിയ ഇതൊക്കെ തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് സൈനിക തലവൻ പറഞ്ഞു. സൈനിക തലവനെ അവിടുത്തെ ഫാർ റൈറ്റ് ആയിട്ടുള്ള വലതുപക്ഷ തീവ്രവാദി സിയോണിസ്റ്റുകൾ മന്ത്രികൾ പറഞ്ഞത് നിങ്ങൾ ഭീരുവാണ്, ഫൈറ്റ് ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മറുഭാഗത്താണെങ്കിൽ ഇത് വെടിനിർത്തൽ നടത്തണം. ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് സമരത്തിലാണ്. പക്ഷേ 2ന്റെ ഇടയിൽ നിന്ന് ഇദ്ദേഹം പ്രത്യേകിച്ച് ഒരുപക്ഷെ അത് വോട്ടിനിട്ടിരുന്നെങ്കിൽ വെടിനിർത്തലിന് അനുകൂലമായിട്ട് വോട്ട് വീഴുമെന്ന് കണ്ടപ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വോട്ടിനിടാതെ ഈ സൈനിക തലവൻ്റെ വെടിനിർത്തൽ പദ്ധതി തള്ളിക്കളഞ്ഞത്. എസ്കേൻ, ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. അതിനിടയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എസ്കേൻ, യൂറോപ്പിലെ ഒരു രാജ്യം കൂടി പാലസ്തീന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അവർ വോട്ട് ചെയ്യുന്നത് മാത്രമല്ല, പാലസ്തീൻ രാഷ്ട്രമായി അംഗീകരിക്കാൻ ബെൽജിയം എന്ന രാജ്യം കൂടി തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഒക്കെ ആ നിലയിലേക്ക് പറയുകയും ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഭയങ്കര രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ബെൽജിയം പൊതുവെ ഒരു ന്യൂട്രൽ കൺട്രിയാണ് എന്ന് മാത്രമല്ല അവർ ഇസ്രായേലിന് സഖ്യകക്ഷിയിൽപ്പെട്ട രാജ്യമാണ്. അപ്പോൾ എല്ലാം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. അവിടെ പാലസ്തീൻ അനുകൂലമായും പാലസ്തീൻ എന്ന രാഷ്ട്രം വേണമെന്നുള്ളതുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇതോടെ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 147ആയി. ആകെയുള്ള 191 രാജ്യങ്ങളിൽ അത് 75% രാജ്യങ്ങളും പാലസ്തീൻ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ വെസ്റ്റ് ബാങ്കൊക്കെ പിടിച്ചടക്കാൻ മുന്നിട്ടിറങ്ങി പാലസ്തീൻ എന്ന രാജ്യം എന്നുള്ള സങ്കല്പം തന്നെ താർക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ യുദ്ധം രൂക്ഷമായി തുടരുന്നുണ്ട്. ഒരുപാട് പേര് പട്ടികടന്ന് മരിക്കുന്നു. ഗസ സിറ്റിയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മരണസംഖ്യ 63,500 എത്തി നിൽക്കുകയാണ്. എസ്കേൻ, ഞാൻ ഈ യുദ്ധത്തിന്റെ കാര്യം അല്ലാത്തൊരു കാര്യം പറഞ്ഞു. ഇന്നത്തെ കോട്ട് സൂപ്പറായിട്ടുണ്ട്. ഇത് ഓണക്കോടിയാണോ ഏതാ? ഓണക്കോടിയാണോ? ഓണക്കോടിയല്ല, ഇത് വല്ലപ്പോഴും ഇടാറുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അലി അക്ബർ ഒരു സംശയം ചോദിച്ചു. എസ്കേൻ, നിങ്ങളൊക്കെ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾ നിങ്ങളെയൊക്കെ ചുറ്റും വരാമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സ്വസ്ഥമായി അങ്ങാടികളിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? പിക്ക് അങ്ങാടികളിലൂടെ സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും എസ്കേൻ, നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നവർക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ പത്രപ്രവർത്തനം നടത്താന്ന് പറഞ്ഞാൽ ധീരമായി ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അതിന് വരുന്ന ആപത്തൊക്കെ നേരിടാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ പണിക്ക് നിന്നാൽ മതി.
ഓക്കെ ബിബി, എന്റെ കാര്യമാണ് അലി അക്ബർ ചോദിച്ചതെങ്കിൽ അലി അക്ബർ എനിക്ക് ആരും ബുദ്ധിമുട്ടില്ല. ഞാനൊരു സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ രാവിലെയും വൈകുന്നേരമുള്ള കാര്യം, അതൊക്കെ ഇപ്പോഴും പ്രസക്തമാണ്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് ബി അവിടെ തന്നെ നിൽക്കണം. ചോദ്യം വരുന്നു, യുക്രൈൻ യുദ്ധം നിർത്താൻ ഡൊണാൾഡ് ട്രംപും താനും ധാരണയിലെത്തിയിരുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തൽ ഒരു ഒന്നൊന്നര വെളിപ്പെടുത്തലാണ്. പറയൂ പി. SKN, ഇത് യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞ പോലെയാണ്. ഷാങ്ഹായ് കോർപ്പറേഷന്റെ യോഗത്തിന് ഇടയിലാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പുടിൻ പറഞ്ഞത്, ഞങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിയ ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ യുക്രൈൻ യുദ്ധം നിർത്താൻ ധാരണയിലായിരുന്നു എന്ന് എത്രയോ നാളിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പുടിൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പുടിൻ പറഞ്ഞ പല കാര്യങ്ങളും ട്രംപ് അംഗീകരിച്ചിരുന്നു. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളും സെലൻസ്കിയൊക്കെ എതിർത്തപ്പോൾ പിൻവാങ്ങേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉക്രൈൻ്റെ കുറേ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാം, അതുപോലെ തന്നെ അവർ പറയുന്ന പല ഡിമാൻഡ്സ്, നാറ്റോയിൽ അംഗത്വം നൽകില്ല, ഉക്രൈൻ ഏകപക്ഷീയമായി പിന്മാറും എന്നുള്ള തരത്തിലുള്ള ഉറപ്പുകളൊക്കെ ട്രംപ് കൊടുത്തു കാണും. ട്രംപിന് എന്തിൻ്റെ പ്രശ്നമാണ്? കാരണം ട്രംപിൻ്റെ രാജ്യമല്ലല്ലോ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഇപ്പോൾ വേണ്ടത് നൊബേൽ സമാധാന സമ്മാനമാണ്. അത് കിട്ടാൻ വേണ്ടി ട്രംപ് ഏത് തരത്തിലും പുടിനുമായിട്ട് ചേരാൻ തയ്യാറായിരുന്നു. പക്ഷേ കാര്യത്തോട് അടുത്തപ്പോഴാണ് സെലൻസ്കിയും യൂറോപ്യൻ രാജ്യങ്ങളും അതിനൊക്കെ കട്ടയ്ക്കെതിരെ നിന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും യുദ്ധം രൂക്ഷമായിട്ട് നടക്കുകയാണ്. SKN, ഏതാണ്ട് 200-ലേറെ ഡ്രോണുകൾ ഉക്രൈൻ റഷ്യയുടെ പല ഭാഗത്തേക്കും അയച്ചിരുന്നു. പല ഭാഗത്തും നാശം സംഭവിച്ചിട്ടുണ്ട്. അതിലും ഭൂരിപക്ഷം ഡ്രോണുകളും തങ്ങൾ വെടിവെച്ചിട്ടതായി റഷ്യ പറയുന്നു. ഒപ്പം തന്നെ റഷ്യയുടെ മിസൈലുകളും ഡ്രോണുകളും കേഴ്സൺ അടക്കമുള്ള കിഴക്കൻ ഉക്രൈനിലൊക്കെ വലിയ രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട്. കിഴക്കൻ ഉക്രൈനിൽ റഷ്യ ചെറിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ധാരണയിലെത്തിയിരുന്നുവെന്ന് പുടിൻ ഒരു ഭാഗത്ത് പറയും, മറുഭാഗത്ത് യുദ്ധം തുടരുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഇത് തീരാനുള്ള സാധ്യതകൾ ഇപ്പോഴും തെളിയുന്നില്ല. എന്തായാലും അതിനിടയിൽ വാർത്തകൾ വന്നിരിക്കുന്ന SKN, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനേക്കാൾ ഇപ്പോൾ യുദ്ധം നിർത്താൻ അധികാരമുള്ള ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം പുടിൻ ട്രംപ് പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പോൾ രണ്ടുപേര് പറഞ്ഞാലേ പുടിൻ കേൾക്കുള്ളൂ. ഒന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ്, രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ അതുകൊണ്ടാണ് സെലൻസ്കി, ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ഷാങ്ഹായ് യോഗത്തിൽ പുടിനെ കാണുന്നതിന് മുമ്പേ വിളിച്ചിരുന്നു. പിന്നീട് പുടിനുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ SKN ഒരു പക്ഷേ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒറ്റയ്ക്ക് നടന്നു വന്ന മോദി ആദ്യം പോയി കൈ കൊടുത്തതും കെട്ടിപ്പിടിച്ചതും പുടിനെയാണ്. എന്ന് മാത്രമല്ല, അവർ സ്വകാര്യ സംഭാഷണം നടത്തി. രണ്ടുപേരും സാധാരണ ഓരോ നേതാക്കളെ വിളിക്കുമ്പോൾ വരുന്നത് ഒറ്റയ്ക്കാണ്. ഇത് പുടിൻ്റെ കൈ പിടിച്ച് ആണ് നരേന്ദ്രമോദി വന്നത്. എന്ന് മാത്രമല്ല, ഉടൻ ചൈനീസ് പ്രസിഡന്റിൻ്റെ അടുത്ത് നിന്ന് ഇവർ രണ്ടുപേരും തമ്മിലൊരു കുശലം നടത്തി. ഇതിനെക്കുറിച്ച് അമേരിക്ക പറയുന്നത് പെർഫോമേറ്റീവ് എന്നാണ്. കാരണം ഈ റഷ്യ, ചൈന, ഇന്ത്യ അച്ചുതണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവർ ബോധപൂർവം ചെയ്തതാണെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ഇതിന് വലിയ അന്താരാഷ്ട്ര പ്രാധാന്യമാണ് ലഭിച്ചത്. അപ്പോൾ ആ തരത്തിൽ SKN ഉക്രൈൻ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മോദിയുടെ വാക്കുകൾ ഒരുപക്ഷെ പുടിൻ കേൾക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. എന്തായാലും ഇന്ന് നമുക്ക് ഓണാഘോഷം പൊളിക്കണം. താങ്ക് യു പി ജെയിംസ്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.